Hi, myself Abdul Muhaimin, Assistant Professor, Department of Computer Application, MES College, Marambally. ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈഫിൻ്റെ വേറൊരു വേരിയൻ്റ് ആണ് ഈ എൽസീഫ് ലാഡർ. അപ്പോൾ എൽസീഫ് ലാഡർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തത് നെസ്റ്റഡ് ഈഫ് എൽസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് ഒരു ഡിസിഷനിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നെസ്റ്റഡ് ഈഫ് എൽസ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ കണ്ടീഷൻ 1 ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ അഗെയിൻ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ കണ്ടീഷൻ, അപ്പോൾ 1 2 3 4 അപ് ടു n കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് അതെല്ലാം ട്രൂ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക്, ഇനി ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ വേറൊരു പെർട്ടിക്കുലർ ബ്ലോക്ക് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ എൽസീഫ് ലാഡർ യൂസ് ചെയ്യുന്നത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ അത് ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് അത് ട്രൂ ആണെങ്കിൽ ആ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ രീതിയിൽ പ്രോഗ്രസ് ചെയ്യാനാണ് എൽസീഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. നമ്മൾ നെസ്റ്റഡ് ഈഫ് എൽസിൽ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അഗെയിൻ അടുത്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിലാണ് അടുത്ത കണ്ടീഷന് ചെക്ക് ചെയ്യുന്ന കേസ് വരുന്നത്. ഓക്കെ, നേരെ തിരിച്ചുകൂടെ എൽസീഫ് ലാഡറിൽ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പെർട്ടിക്കുലർ ബ്ലോക്കാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അടുത്ത കണ്ടീഷൻ അല്ല ചെക്ക് ചെയ്യുന്നത്. ഇനി ആ പെർട്ടിക്കുലർ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ മാത്രമാണ് അടുത്ത കണ്ടീഷനെ ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഫോൾസ് ആവുന്ന ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഫോൾസ് ആവുന്ന കേസിലാണ് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതും ഫോൾസ് ആണെങ്കിലാണ് നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. നെസ്റ്റഡ് ഈഫ് എൽസിൽ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ, അതും ട്രൂ ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ, അവിടെ ട്രൂ ആവുന്ന കേസിലാണ് അടുത്തടുത്ത ഇതിൽ കണ്ടീഷൻ ചെക്കിങ്ങിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് നോക്കുന്നതിന് മുന്നേ എൽസീഫ് ലാഡർ ഇറ്റ്സ് എ വേ ഓഫ് പുട്ടിംഗ് ഈഫ് ടുഗദർ വെൻ മൾട്ടിപ്പിൾ ഡിസിഷൻസ് ആർ ഇൻവോൾവ്ഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം ടിൽ ട്രൂ കണ്ടീഷൻ ഈസ് ഫൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടത് മുകളിൽ നിന്ന് താഴോട്ട് എന്നുള്ളത് നമ്മൾ നോക്കാം. ബോട്ടം ടു ടോപ്പ് നമ്മൾ കണ്ടീഷൻ ചെക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വിഷയം എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക്, ആ മാർക്ക് ഒരു റേഞ്ചിലാണെങ്കിൽ ഗ്രേഡ് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സപ്പോസ് 100ലാണ് മാർക്ക് എങ്കിൽ അവിടെ 80 എബോവ് പോസിബിലിറ്റി ഉണ്ട്, 60 എബോവ് പോസിബിലിറ്റി ഉണ്ട്, 40 എബോവ്. ഇതിൻ്റെ അടിയിലൊക്കെ 50 അതുപോലെ തന്നെ 70 റേഞ്ചൊക്കെ ഉണ്ട്. നമുക്ക് ഏകദേശം ഈ ഒരു 40 60 80 റേഞ്ച് നോക്കാം. ഓക്കെ, ദെൻ 40 ബിലോ ആണെങ്കിൽ ഫെയിൽഡ്. അപ്പോൾ ഇതിനാദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാം, ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് എന്താണ് 73 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. 73 മാർക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ബോട്ടം ടു ടോപ്പ് ആണെങ്കിൽ എന്തായിരിക്കും നടക്കുന്നത്, 40 എബോവ് ആണ്. ഓക്കെ, കണ്ടീഷൻ 40 ബിലോ അല്ല. നമുക്ക് ഇതിൽ മാർക്കിന് പെർട്ടിക്കുലർ ഗ്രേഡും കൂടെ കൊടുക്കണം. അപ്പോൾ 40 മാർക്സ് ആണെങ്കിൽ സി ഗ്രേഡ്, 40 എബോവ് മാർക്സ് ആണെങ്കിൽ സി ഗ്രേഡ് ടു 60, ദെൻ 60 ടു 80 ആണെങ്കിൽ ബി ഗ്രേഡ്, അതുപോലെ തന്നെ 80 എബോവ് ആണെങ്കിൽ എ ഗ്രേഡ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള എക്സാമ്പിൾ 73 മാർക്കാണ്. 73 എന്നുള്ള കണ്ടീഷന് 40 ബിലോ അല്ല, അപ്പോൾ ഫെയിൽഡ് പ്രിന്റ് ചെയ്യില്ല, പക്ഷെ 40 എബോവ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, സി ഗ്രേഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ദെൻ അത് ട്രൂ ആണെങ്കിൽ അടുത്ത കണ്ടീഷന് 60 എബോവ് ആണോ, 60 എബോവ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ബി ഗ്രേഡ്, അതും പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ 80 എബോവ് അല്ല, അതുകൊണ്ട് എ എന്നുള്ളത് പെർട്ടിക്കുലർ പ്രിന്റിങ് ഉണ്ടാവില്ല. ഇനി അത് മാത്രമല്ല, ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്യുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടിക്ക് എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്ന മാർക്ക് 73 എന്ന് പറഞ്ഞാൽ സി ഗ്രേഡ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അതായത് ആക്ച്വലി അത് 40 എബോവ് ആണ്, അപ്പോൾ സി ഗ്രേഡ് ആണ് എന്നുള്ള രീതിയിലായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്.
അപ്പോൾ ആക്ച്വലി അത് സീക്രട്ട് അല്ലല്ലോ. നമ്മൾക്ക് 73 എന്ന് പറയുമ്പോൾ അത് ഏത് റേഞ്ചിലാണ് വരുന്നത്? 60 to 80 റേഞ്ചിലാണ്. അപ്പോൾ അതിൻ്റെ സ്കോർ എന്ന് പറയുന്നത് ആ ഒരു ബി ഗ്രേഡ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത് സി ഗ്രേഡ് ആണ്. അപ്പോൾ ഇതൊരു മിസ്റ്റേക്ക് ആണ് അല്ലേ? അപ്പോൾ 73 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 40 എബോ ആണ്, 60 എബോ ആണ്. അപ്പോൾ പ്രിന്റ് ചെയ്യേണ്ടത് ഇവിടെ ആദ്യം ബോട്ടം ടു ടോപ്പ് ആയതുകൊണ്ട് അപ്രോച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സി ഗ്രേഡ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അപ്രോച്ച് ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് ഫോളോ ചെയ്യാത്തത് ഈ ഒരു LC ലാഡറിൽ. ഇനി ഇതേ സംഭവം നമ്മൾക്ക് എന്ത് ചെയ്യാം? ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? ടോപ്പ് ടു ബോട്ടം ചെക്ക് അപ്പോൾ സെയിം ഗ്രേഡ് തന്നെ നോക്കാം. 73 ഒരു സ്റ്റുഡൻറ്റിന് മാർക്ക് ഉണ്ട്. അത് 80 എബോ ആണോ നോക്കി. 80 എബോ അല്ല. അപ്പോൾ എന്ത് ചെയ്യും? എ ഗ്രേഡ് പ്രിന്റ് ചെയ്യില്ല. അത് ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷനിലോട്ട് പോകുന്നു. 60 എബോ ആണോ എന്ന് നോക്കി. ആണ്, ട്രൂ ആണ്. അപ്പോൾ ബി ഗ്രേഡ് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ പിന്നെ ഇത് ട്രൂ ആയതുകൊണ്ട് പിന്നെ ഈ ഒരു കണ്ടീഷൻ പെർട്ടിക്കുലർ കണ്ടീഷന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ആക്ച്വലി 73 എന്നുള്ള ബി ഗ്രേഡ് കറക്റ്റ് ഗ്രേഡ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ഫോളോ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ സിൻടാക്സ് നോക്കുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത് ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷനിലോട്ട് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, നേരത്തെ നെസ്റ്റഡ് ഇഫ് എൽസിന്റെ നേരെ റിവേഴ്സ്. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴാണ് അടുത്ത കണ്ടീഷനിലോട്ട് പോകുന്നത്. ഈ ഈഫ് ഇത് ഫോൾസ് ആയി, അപ്പോൾ അതിൻ്റെ എൽസ് ഉണ്ട്. ആ എൽസ് പാർട്ട് പറഞ്ഞാൽ എന്താണ്? എൽസ് ഈഫ്, അതായത് എഗെയിൻ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ അതും ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അതായത് എൽസിലുള്ള ഈ ഒരു ഈഫ് പാർട്ട് ഇത് ഫോൾസ് ആണ്, കണ്ടീഷൻ 2 ഫോൾസ് ആണ് എങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യാതെ അടുത്ത കണ്ടീഷനിലുണ്ട്. എൽസ് ഈഫ് കണ്ടീഷൻ 3 ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3 എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ അവിടുന്ന് എക്സിറ്റ് ആവുന്നു. ആ ഒരു ഈഫ് LC ലാഡറിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ഈ രീതിയിൽ അപ് ടു n കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് ടോപ്പ് ടു ബോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ്, ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു 8 കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ 1 മുതൽ 8 വരെയുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്തു. അപ്പോൾ 1 ഫോൾസ് ആണെങ്കിൽ 2 ചെക്ക് ചെയ്യുന്നു, 2 ഫാൾസ് ആണെങ്കിൽ 3 ചെക്ക് ചെയ്യുന്നു. അങ്ങനെ പ്രൊസീഡ് ചെയ്തിട്ട് 8 സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആവുന്ന ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് വരാലോ. അങ്ങനെ 8 സ്റ്റേറ്റ്മെന്റും ആ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ഫോൾസ് ആണെങ്കിൽ ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ നമ്മൾ ആ ഗ്രേഡിന്റെ കേസിൽ 80 എബോ അല്ല, 60 എബോ അല്ല, 40 എബോ അല്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? 40 ബിലോ ഉള്ളത് ബാക്കി പറഞ്ഞാൽ എൽസ് ആണ്. 40 ബിലോ എല്ലാം എന്താണ്? ഫെയിൽഡ് ആണ്. അതിപ്പോൾ 20 എബോ ആയിക്കോട്ടെ, 10 എബോ ആയിക്കോട്ടെ, എല്ലാം ഫെയിൽഡ് ആണ്. ബാക്കിയുള്ള ഓൾ കണ്ടീഷൻസ് എന്തായിരിക്കും? ഫെയിൽഡ് എന്നായിരിക്കും ഈ പെർട്ടിക്കുലർ കോഡിൽ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് LC ലാഡറിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കണം. അത് ലാസ്റ്റ് പ്ലേസ് ചെയ്യണം. ഇനി ഇതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻട്രി ചെയ്യുന്നു. ഒരു പ്രോഗ്രാമിലോട്ട് കണ്ടീഷൻ 1 ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആണെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് X എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോകുന്നു, എൻഡ് ചെയ്യുന്നു, എൻഡ് ഓഫ് പ്രോഗ്രാം. ഇനി ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അതും ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷന്, അങ്ങനെ അപ് ടു n കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് എല്ലാം ഫോൾസ് ആണെങ്കിൽ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് X, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാം എൻഡ് ചെയ്യും. ഈ രീതിയിലാണ് ഇതിൻ്റെ ഫ്ലോ വരുന്നത്. ഓക്കെ.